ശ്രീകുമാർ, താങ്കളുടെ ഒരു രാഷ്ട്രീയ വീക്ഷണം എപ്പോഴും കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും താങ്കളുടെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബുദ്ധിയിൽ കൂടി കാര്യങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പെട്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയും സ്വീകാര്യത വരാൻ ഉള്ള കാരണം? അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൂടി വരുന്നു. കെ സുധാകരൻ ഇന്ന് പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയുണ്ട്. അങ്ങനെ പല തലത്തിലും പുതിയ ശാക്തിക ചേരി കോൺഗ്രസിൽ രൂപപ്പെട്ടു വരുന്നു. സമുദായ സംഘടനകൾ പക്ഷം ചേരുന്നു. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഷമ്മി, നിങ്ങൾ ഈ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ട് സമുദായ നേതാക്കൾ അവരുടെ അഭിപ്രായം പറഞ്ഞു, അത് നമ്മൾ ചർച്ചയാക്കുന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇതുവെല്ലാം പറഞ്ഞോ? രമേശ് ചെന്നിത്തലയാണ് മിടുക്കനെന്നോ സതീശനാണ് മിടുക്കനെന്നോ വല്ലവരും പറഞ്ഞോ? ഇല്ല. സമുദായ നേതാക്കൾക്ക് തോന്നി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള നേതാവിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ LDFിനോടും BJPയോടും ഒക്കെ ഒരേ സമീപനം സ്വീകരിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ BJPക്കൊപ്പം നിൽക്കും, ഒരു ഘട്ടത്തിൽ LDFിനൊപ്പം നിൽക്കും. എപ്പോഴും UDFനെ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിനോട് അതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ VD സതീശനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് വേറെ ആർക്കെങ്കിലും VD സതീശനോട് ഇഷ്ടമുണ്ടെങ്കിൽ സതീശൻ മിടുക്കനാണെന്ന് പറയും. രമേശ് ചെന്നിത്തലയോട് താല്പര്യമുള്ളവര് രമേശ് ചെന്നിത്തല ഇഷ്ടമാണെന്ന് പറയും. ഇതിലിപ്പോ നമ്മള് കോൺഗ്രസ് എന്ത് ചെയ്യാനാണ്? ഇതൊരു മാധ്യമപ്രവർത്തകന്റെ ബുദ്ധിയായാലും കോൺഗ്രസ് പക്ഷപാതിയായ പത്രപ്രവർത്തകന്റെ ബുദ്ധിയായാലും ഇവര് പറയുന്നതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട് ചർച്ച ചെയ്യുക, ഇത്രേ ഉള്ളൂ. അതിലിപ്പോ നമ്മൾ എന്ത് പറയാനാണ്? ഒരാൾക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ ആളുടെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ശ്രീകുമാർ, അത്ര ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണോ അത്? NSSും SNDPയും ഒക്കെ എല്ലാ കാലത്തും UDFനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ SNDP വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യകാലം മുതൽ R ശങ്കറിൻ്റെ കാലം മുതൽ SNDPയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ SNDPയുടെ നേതൃത്വം എല്ലാ കാലത്തും UDFനെ അനുകൂലിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. NSSും അത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് NSSൻ്റെ ജനറൽ സെക്രട്ടറി വോട്ട് ചെയ്ത ശേഷം നടത്തിയ പ്രതികരണം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമുദായ സംഘടനകളെയൊക്കെ അങ്ങനെ നിസ്സാരമായി, അവരുടെ അഭിപ്രായത്തെയൊക്കെ അങ്ങനെ നിസ്സാരമായി കണ്ടുപോകാൻ കഴിയുമോ ശ്രീകുമാർ? നിസ്സാരമായിട്ടല്ലല്ലോ പറഞ്ഞു ഞാൻ. അതായത് വ്യക്തിപരമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ NSS ജനറൽ സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ അവരുടെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു. വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാ പരസ്യമായിട്ട് അദ്ദേഹം അല്ല ക്ഷണിച്ചത്, അത് രമേശ് ചെന്നിത്തല ക്ഷണിച്ചു എന്ന് NSS ആസ്ഥാനത്തു നിന്നും അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ ഏറ്റവും മിടുക്കനായ നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് സൗമ്യനും അതുപോലെ സൗഹാർദ്ദപരമായി പെരുമാറാൻ അറിയുന്ന ഒരാള്, VD സതീശൻ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലെ CPM ഗവൺമെന്റിനോട് താല്പര്യമുണ്ട്. CPM ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിക്കുന്നതും ക്ഷാ വരപ്പിക്കുന്നതും പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിനോട് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. പഴയ കാലത്ത് തന്നെ ആയിരുന്നല്ലോ അവസ്ഥ. CPMലെ VS അച്യുതാനന്ദൻ പിണറായി പക്ഷ കാലത്തും നമുക്ക് ഉണ്ടായത് അറിയാമല്ലോ. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ അറിയാമല്ലോ. SNDP യോഗത്തിന്റെ നിലപാട്, വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് ഒക്കെ വ്യത്യസ്തമല്ല. BDJS ആരാ കൊണ്ടുനടക്കുന്ന? BDJS ഇന്നിപ്പോ BDJS UDFിലേക്ക് വരാൻ പോവാന്ന് ഒരു പത്രത്തിൽ വാർത്ത കണ്ടു. അപ്പൊ അങ്ങനത്തെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് SNDP യോഗവും BDJSും. SNDP യോഗത്തെ നയിച്ചവരൊക്കെ കോൺഗ്രസിനോട് താല്പര്യമുള്ളതിനും കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. KPCC പ്രസിഡന്റായിരുന്ന KK വിശ്വനാഥനാണ് പിന്നീട് SNDP യോഗം പ്രസിഡന്റായത്. കോൺഗ്രസിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന MK രാഘവമൊക്കെയിലാണ് പിന്നീട് SNDP പ്രസിഡന്റായത്. ഡോക്ടർ KK രാഘവൻ SNDP പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം നാട്ടികയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ SNDP ഏതാണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നു. പക്ഷെ SNDP യോഗത്തിലെ പ്രവർത്തകരെല്ലാം കോൺഗ്രസിനോട് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 18 സീറ്റ് ലഭിക്കാൻ SNDPയുടെ പ്രവർത്തകർ സഹായിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത്. ശ്രീകുമാർ, ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ്, ചേലക്കര തെരഞ്ഞെടുപ്പ്, അതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് പ്രഖ്യാപിച്ചത് VD സതീശനാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്ത് നിന്നത് VD സതീശനാണ്. ചാണ്ടി ഉമ്മനെ പോലുള്ള ആൾക്കാർ പരസ്യമായി തന്നെ പറഞ്ഞു, പാലക്കാട് എനിക്കൊരു ചുമതലയും തന്നില്ല,
എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പോലും പാലക്കാട്ടോ ചേലക്കരയിലോ എത്തിയില്ല. VM സുധീരനായാലും പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും ഒരു നേതാക്കന്മാരെയും അടുപ്പിച്ചില്ല. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പാസ്റ്റിനെ മുഴുവൻ മായ്ച്ചു കളഞ്ഞുകൊണ്ട് മുഴുവൻ നേതൃത്വവും തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ VD സതീശൻ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരായിട്ടുള്ള വലിയ വികാരം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നത്. ഇപ്പോൾ കെ സുധാകരൻ പോയി AK ആന്റണിയെ കാണുന്നു, രമേശ് ചെന്നിത്തലയെ വീട്ടിൽ പോയി കാണുന്നു. ഇതൊക്കെ നൽകുന്ന സന്ദേശങ്ങൾ അത്ര വളരെ ലാഘവത്തോടു കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതാണോ? അല്ല, ഒരു ഷമ്മിക്ക് അറിയാമല്ലോ, ഷമ്മി പത്രപ്രവർത്തകനായിരുന്നല്ലോ. രാഷ്ട്രീയത്തിലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുമ്പോഴൊക്കെ നമുക്ക് നമ്മളുടേതായ കഥകൾ എഴുതാം, കുഴപ്പമില്ല. പക്ഷെ നമ്മള് യാഥാർത്ഥ്യം, എന്നോട് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് യാഥാർത്ഥ്യം പറയേണ്ടി വരും. കാരണം എന്താണ്, ഞാൻ കോൺഗ്രസ് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു. ഞാൻ കോൺഗ്രസിനെ അന്ധമായി ന്യായീകരിക്കുന്ന ഒരു പത്രപ്രവർത്തകനല്ല, കോൺഗ്രസ് പക്ഷമുള്ള പത്രപ്രവർത്തകനാണ്. പക്ഷെ ഇപ്പൊ ഈ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന് സതീശന് ഇഷ്ടമല്ല, ചെന്നിത്തല ഇഷ്ടമാണ്. അതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സതീശന് ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് അദ്ദേഹം കൊണ്ടാക്കട്ടെ. NSS സെൻട്രൽ സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളാണ് തീരുമാനിക്കുന്നത്. G. സുകുമാരൻ നായർ നേരത്തെ VD സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. VD സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സതീശൻ കഴിഞ്ഞ ദിവസം സതീശന്റെ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് വിശദീകരിച്ചു. ഇനി അത് മാത്രമല്ല, VD സതീശൻ 2022-ലും 2023-ലും ഒക്കെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനം ആണ് NSS എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പഴയ ഭൂതകാലത്തെ പ്രസ്താവനകൾ നമ്മളെ തിരിച്ചു വായിച്ചെടുക്കാറില്ല. അതിന്റെ ഒരു ന്യൂനതയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. VD സതീശൻ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രണ്ട് കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ തന്നെ പറയാം. ഒന്ന്, എന്താണ് പ്രധാന കാര്യം? എന്താ? സമുദായ നേതാക്കളുടെ തിണ്ണ വരങ്ങരുത്, അതിലിരിക്കാൻ പറയുമ്പോൾ തിരക്കരുത്. ഇതാണ് VD സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അവിടെയാണ് ഒരുപക്ഷേ NSSും SNDPയും അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ അവരെ എതിർക്കുന്നുണ്ടാവില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഒരു സംഘടനയെ ഇപ്പോൾ ഏതാണ്ട് ഘടകകക്ഷിയാക്കി മാറ്റുന്നു. ജമാഅത്ത് നേതാക്കൾ മുഴുവൻ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ വാഴ്ത്തുപാട്ടുകളുമായി അവരുടെ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അങ്ങനെ വരുമ്പോൾ സമുദായ നേതാക്കന്മാർ ആകെ മോശം, അവരെ അടുത്ത് ഞാൻ പോവില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി കൊള്ളാം, അവരൊരു കക്ഷിയാക്കി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാം, അങ്ങനെ കുറച്ച് നേട്ടമുണ്ടാക്കാം എന്നൊക്കെ കരുതുകയും സംഘടനാ തെരഞ്ഞെടുപ്പിലടക്കം ആ ബന്ധം ഉപയോഗപ്പെടുത്താമെന്ന് കരുതുകയുമൊക്കെ ചെയ്യും എന്ന ഭയം പല കോണുകളിലും ഉണ്ട്. ശ്രീകുമാർ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവർക്കൊരു പാർട്ടിയുണ്ട്, അവരൊരു സമുദായ സംഘടനയാണ്. അവർ കുറെ കാലം LDF ഒപ്പമായിരുന്നു. LDF അതിനൊപ്പമായിരുന്നപ്പോ കോൺഗ്രസ്സുകാരും അവർ ഘടകകക്ഷി എന്ന് പറഞ്ഞിട്ടില്ല. LDFന്റെ ഒരു കാലത്ത് മാധ്യമം ദിനപത്രവും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ LDFനെ പിന്തുണയ്ക്കുകയും അവര് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും പിന്തുണച്ച് LDFനെ ജയിപ്പിക്കണം എന്ന് പരസ്യമായി പറഞ്ഞവരാണ്. ഒരുപാട് ഉപതെരഞ്ഞെടുപ്പില്, ഇപ്പൊ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് ആയാലും ശരി, നമ്മുടെ കോഴിക്കോട് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയാലും ശരി, ഒക്കെ അവർ പിന്തുണച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ. ഇപ്പൊ അവർക്ക് CPMന്റെയും ഇടതുമുന്നണിയുടെയും നയത്തോട് വിയോജിപ്പാണ്. അവർക്ക് അവരുടെ CPM പറയുന്നൊന്നും അല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു തോന്നൽ വന്നപ്പം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. കോൺഗ്രസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്താ തെറ്റുള്ളത്? ഈ നാട്ടിലെ ഏതൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും